റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നൽകുന്ന ഏത് നന്മയും അനുഗ്രഹവും ഞാൻ ആവശ്യപ്പെട്ടവനാണ്. സൂറത്തുൽ ഖസ്വസ് 24. മൂസ അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ നടത്തിയതാണ് ഈ പ്രാർത്ഥന. മറ്റു പല പ്രാർത്ഥനകളിലും നാം ചോദിക്കുന്നത് എനിക്ക് ഇത് നൽകണമേ എന്നാണ്. എന്നാൽ ഇവിടെ മൂസ അലൈഹിസ്സലാം തനിക്ക് ഇന്നത് വേണമെന്ന് അള്ളാഹുവിനോട് പ്രത്യേകം എടുത്തു പറയുന്നില്ല. പകരം ഞാൻ ദരിദ്രനാണ്, നീ നൽകുന്ന നന്മ എനിക്ക് ആവശ്യമാണ് എന്ന് തൻ്റെ അവസ്ഥ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് എല്ലാം അറിയാമെന്ന പൂർണ്ണ ബോധ്യത്തോടെ തൻ്റെ നിസ്സഹായാവസ്ഥ അവന് മുന്നിൽ സമർപ്പിക്കുക എന്ന ഉന്നതമായ പ്രാർത്ഥനാ ശൈലിയാണിത്. ഇവിടെ ഖൈർ, നന്മ എന്നതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് കേവലം ഭക്ഷണമല്ല. തനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരിടം, അന്തസ്സായി ജീവിക്കാനുള്ള വരുമാനമാർഗം, ഏകാന്തതയിൽ തനിക്ക് കൂട്ടിന് ഒരാൾ. അള്ളാഹു ഇത് കേൾക്കുകയും ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നുള്ള വചനങ്ങളിൽ നാം കാണുന്നത് അദ്ദേഹത്തിന് താമസിക്കാൻ ഒരിടവും തൊഴിലും പിന്നീട് വിവാഹവും ലഭിക്കുന്നതാണ്. ഈ പ്രാർത്ഥനയുടെ സമയം വളരെ ശ്രദ്ധേയമാണ്. പ്രതിഫലമിച്ഛിക്കാതെ 2 സ്ത്രീകൾക്ക് അവരുടെ ആടുകൾക്ക് വെള്ളം നൽകി സഹായിച്ച ശേഷമാണ് അദ്ദേഹം മരത്തണലിലേക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ മുൻനിർത്തുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സഹായിക്കും. തവക്കുൽ, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ. ഈജിപ്തിലെ കൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്ന വ്യക്തിയാണ് മൂസ അലൈഹിസ്സലാം. എന്നാൽ മദിയനിലെത്തിയപ്പോൾ അദ്ദേഹം ഒന്നുമില്ലാത്തവനായി മാറി. എന്നിട്ടും അദ്ദേഹം ആരോടും പരാതിപ്പെട്ടില്ല. മനുഷ്യരോട് ചോദിക്കുന്നതിന് പകരം പ്രപഞ്ചനാഥനോട് തന്റെ നിസ്സഹായത തുറന്നു പറഞ്ഞു. ഭൗതികമായ എല്ലാ പദവികളും നഷ്ടപ്പെട്ടാലും അള്ളാഹു ഉണ്ടെന്ന ആത്മവിശ്വാസമാണ് ഈ ആയത്തിന്റെ കാതൽ. വിവാഹം, ജോലി എന്നിവയ്ക്ക് വേണ്ടിയുള്ള ദുആ. പല പണ്ഡിതന്മാരും അവിവാഹിതർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ ദുആ നിർദ്ദേശിക്കാറുണ്ട്.